Good afternoon, everyone. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഏതായിരുന്നു? മൊഡാലി വെർബ് ആയിരുന്നു. Can and could ആയിരുന്നു. സോ അത് ക്ലിയർ ആണ് എല്ലാവർക്കും? മനസ്സിലായോ? പറയൂ. ക്ലിയർ ആണോ? Yes, ma'am. ഡൗട്ട് ഒന്നുമില്ലല്ലോ? No, ma'am. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരും കൂടിയാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. Clear. Okay, good. Just wait. ഓക്കെ, ഇതിനെ കുറിച്ച് നമുക്ക് നോട്ട് എഴുതിയാലോ? Can, could ക്ലിയർ ആണ്. ഈ മൊഡാലി വെർബ് നമുക്ക് ഈ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് നോട്ട്സ് എഴുതാം. ഓക്കെ, കാരുണ്യ വയ്യേ? കാരുണ്യ, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ? വയ്യാണ്ടിരിക്കുകയാണോ? കുഴപ്പമൊന്നുമില്ല മാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉറക്കം വന്നു. ലാസ്റ്റ് ആയപ്പോ ഉറക്കം തൂങ്ങിപ്പോയി, അതാ പ്രശ്നമായി. പിന്നെ ആർക്കും വെക്കുവോ? നമുക്ക് കുറച്ച് ഡെയിലി സെന്റൻസ് ഒന്ന് എഴുതാം. ഓക്കെ മാം. ക്യാൻ വെച്ചിട്ട് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ടോ ആരെങ്കിലും? ക്യാൻ, കുഡ്. ക്യാൻ വെച്ച് പറയാറുണ്ടല്ലോ മാം, നമ്മളെല്ലാരും പറയാറുണ്ട്. ഓക്കെ, കുഡ് എപ്പോഴൊക്കെയാ യൂസ് ചെയ്യാം? കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് ഒഫീഷ്യലി ഒക്കെ സംസാരിക്കുമ്പം. പിന്നെ മുന്നത്തെ എബിലിറ്റി, നേരത്തെ പണ്ടുണ്ടായിരുന്ന എബിലിറ്റിക്ക് നമ്മൾ പറയാറുണ്ട്. പിന്നെ സജഷൻസ് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? പ്രാക്ടീസ് ഈ ആഴ്ച ഫുൾ ബിസി ആയിരുന്നു മാം. കുറെ മാരേജ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം ബിസി ആയിരുന്നു. ഓക്കെ, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ട്. ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്തിരുന്നോ ചലഞ്ച്? ചലഞ്ച് എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. പറഞ്ഞു. ആരെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അതില്ല. വെരി ഗുഡ്. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് നല്ലൊരു ഒരു സ്റ്റുഡന്റ് കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് പേര് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ 1 month കഴിയുമ്പോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവോ ഇല്ലയോ നോക്കണം. വെയിറ്റിംഗ് ആണ്. ഇപ്പോ 1 week ആയി. വേറെ ബാച്ചിലെ സ്റ്റുഡൻസ് ആണോ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. 1 week ആയിട്ടുള്ളൂ. സന്തോഷം. എനിക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോ ഡെയിലി സെന്റൻസ് ഒക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എങ്ങനെയാ പറയാ? It's up to you. It's up to you. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്നു. Yesterday I went there. ഓക്കെ, അത് അങ്ങനെ കോപ്പി അടിച്ച് പറയില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു എന്നാണ്. സബ്ജക്ട് മാറി. ജിൻഷ ഈ മാറി അയ്യായി. ഓക്കെ, വിശദീകരിച്ചൊന്ന് പറഞ്ഞേ. അറിയോ? വിശദീകരിച്ചെന്ന് പറഞ്ഞേ. എങ്ങനെ മാം?
അതിന്റെ ഡെയിലി സെന്റൻസിനാണ് ഞാൻ ചോദിച്ചത്, അല്ലാണ്ട് അത് പറയാനല്ല. വിശദീകരിച്ച് പറയൂ. എങ്ങനെയാ പറയാ? Make it plain. Okay. അതാണോ? ഞാൻ വിചാരിച്ചു എന്തോ ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരിച്ച് പറയാനാന്ന് വിചാരിച്ചു. തോന്നിയപ്പോഴേ എനിക്ക് തോന്നി. ഓക്കെ, ഇനി എന്താ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്തോ? I know what to do. കൊള്ളാം. അപ്പൊ ഞാൻ പഠിപ്പിച്ചത് വെറുതെ. അതല്ല, I know what to do. അത് പറയാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതാണ് എന്നെ നോക്കാൻ എനിക്കറിയാം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. I can look after myself. I can look after myself. പിന്നെ ഞാൻ നിങ്ങളോട് കുറച്ച് ഡെയിലി സെന്റൻസ് നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസ് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ എന്തൊക്കെ പറയുന്നു എന്ന് കുറച്ച് സെന്റൻസ് നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. നോക്കിയിരുന്നു ആരെങ്കിലും? കുറച്ച് ഒന്ന് പറയൂ, നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്നില്ല ഞങ്ങള്. ആവശ്യമുള്ളത് നമുക്ക് സംസാരിക്കാൻ ആവശ്യമുള്ളത് അങ്ങനെ നോക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. മനസ്സിലായോ? Why do you come late? Why do you late ആവാൻ കാരണം? ലേറ്റ് ആവാൻ നിങ്ങൾ എന്താണ് ലേറ്റ് ആവാൻ കാരണം എന്നല്ലേ? Why do you? കാരണം എന്താണ് ലേറ്റ് ആവാൻ കാരണം എന്താണ്? ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. Why did you late today? ഇങ്ങനെയാണോ? What's the reason for? അങ്ങനെ ചോദിച്ചൂടെ? What's the reason for? കാര്യം ഞാൻ ജിൻഷയ്ക്ക് വേണ്ട ഒറ്റ വാക്കിൽ ചോദിക്കണം. What's the reason? എന്തുകൊണ്ടാണ് വൈകിയത് അല്ലെ? എന്താണ് വൈകിയത് എന്നാ ചോദിക്കണ്ടേ അല്ലെ? ആണോ? എന്താണ് വൈകിയത്? കാരണം പറഞ്ഞത് ചോദിക്കാം. Why do you late ചോദിക്കാം. ഓക്കെ ജിൻഷ, Why did you late ചോദിക്കാം. Why are you late today എന്ന് ചോദിക്കാം. എന്താണ് നിങ്ങളൊന്ന് വൈകിയത്? എന്താ ഇന്ന് വൈകിയത്? Why are you late today എന്ന് ചോദിക്കാം. Why are you late today? ഓക്കെ, ഏതാ കറക്റ്റ് ആയിട്ട് ചോദിക്കണ്ട? Why are you late today ചോദിക്കാം. Why are you late today? അല്ല, എന്താണ് വൈകിയത്? ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇട്ട് ചോദിക്കാൻ മതി. ഇനി നമുക്ക് സിമ്പിൾ മതി. Why are you late today? Then ഇതേപോലെ ചോദിക്കൂ, നമുക്ക് കുറെ സെന്റൻസ് കിട്ടും. Why did you ചോദിച്ചാലും മിസ്റ്റേക്ക് ഇല്ല കേട്ടോ. എന്തും മീനിങ് തന്നെയാ. Why did you late today? Why are you late today? രണ്ടും സെയിം ആണ്, കുഴപ്പമൊന്നുമില്ല. Then അവളുടെ കാര്യം അവള് തന്നെ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഞാൻ കുറച്ച് ഡെയിലി സെന്റൻസ് പറയാൻ വന്നപ്പോ അവർക്ക് ആവശ്യമുള്ള ഡെയിലി സെന്റൻസ് മക്കളോട് പറയുന്നതും ഹസ്ബൻഡിനോട് പറയുന്നതും ഒക്കെ ഡിസ്കസ് ചെയ്തു. അവർക്ക് കുറെ സെന്റൻസ് കിട്ടി. കാരണം അവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന തോറും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ആകും. ഫ്ലുവൻസി പോകും. പറഞ്ഞ് പിന്നെ അത് സിമ്പിളായി മാറും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ സംസാരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്ന കാര്യം. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ആയതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊന്നും ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ചോദിക്കാൻ. വാട്ട്സ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്നെന്താണ് ഉണ്ടാക്കിയത് നോക്കിയാൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? What's your breakfast today എന്ന് ചോദിക്കാം. What's your breakfast today? ഇന്നെന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? എന്തായിരുന്നു എന്നാണോ എന്താണ് എന്നാണെങ്കിലും അറ്റ്ലീസ്റ്റ് ചോദിക്കാം. കഴിഞ്ഞാണെങ്കിലോ What was? സിമ്പിൾ അല്ലേ?
ശരിയാണോ? വഡ്വാസ് ചോദിക്കാം, വഡീസ് ചോദിക്കാം, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. മാം പക്ഷെ കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചൂടെ? എന്തോ? നേരത്തെ ചോദിച്ചത് ഹാവ് യു ഹാഡ് എ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ക്ലാസ് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് We have your breakfast. അത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിച്ചോ എന്നാണ്. What was your breakfast എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? What was your breakfast? അല്ലെങ്കിൽ what's your breakfast എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് എന്നാണ്. എന്താണ്? അടുത്തത് when is the next bus to Kannur? when is the next bus എന്ന് ചോദിക്കരുത്. ചോദിക്കരുത്. അതൊരു ബുക്കിൽ എഴുതിയത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചതാണ്. ഒരു ചെറിയ കുട്ടികളെ. ഇനിയിപ്പോ ബസ് എപ്പോഴാണ് എന്നാണ് അല്ലെ? when is the best when is the next bus ചോദിക്കാം. പക്ഷെ കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. when is the bus ചോദിക്കാം. ചോദിക്കുന്നതിന് മിസ്റ്റേക്ക് ഇല്ല. കുറച്ചൊരു ബെറ്റർ വേർഷൻ ആണ് കുറച്ചുകൂടെ നല്ലത്. അതെങ്ങനെ ചോദിക്കാം? ലാസ്റ്റ് ബസ്. When did the next bus arrive? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? When is the next bus? What time is next bus? അടുത്ത ബസ്സിന് സമയം എന്താണ്? ബസ് എപ്പോഴാണ്? when is the next bus? ഡസ് ആണോ മാം? പക്ഷെ മാം ഇങ്ങനെ ഉണ്ട്, when is next bus ആണോ? when does the bus arrive? when does എന്ന് ചെയ്യാൻ പറ്റില്ല. does ഒക്കെ നമുക്ക് സബ്ജക്റ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. when is the next bus എന്ന് ചോദിക്കാൻ പറ്റും. ചോദിക്കാൻ മിസ്റ്റേക്ക് ഇല്ല. ചോദിക്കാൻ പറ്റും. നമുക്ക് അതിന് ബെറ്റർ വേർഷൻ നോക്കണം. സിമ്പിൾ ആണ് കേട്ടോ. അത് കറക്റ്റ് ആണ്. when is the next bus ചോദിക്കുന്നത് കറക്റ്റ് ആണ്. മിസ്റ്റേക്ക് ഒന്നല്ല. ഞാൻ പക്ഷെ നോക്കിയത് ബെറ്റർ വേർഷൻ ആണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ബെറ്റർ ആയിട്ട് പറയാൻ എങ്ങനെ പറ്റും? ഓക്കെ. നെക്സ്റ്റ്. We can have our lunch. Had. എന്താണ് ഉദ്ദേശിച്ചത്? we can ആണോ പറഞ്ഞത്? എന്താ മലയാളം പറഞ്ഞ? We can have our lunch. മലയാളം എന്താണ്? എന്താ ഉദ്ദേശിച്ചേ? നമുക്ക് ഭക്ഷണം കഴിക്കാന്ന്. നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നാണോ? വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെയാണോ? അപ്പൊ എങ്ങനെയാ പറയാ? Come, let's go eat. Let's have. Let's have lunch. No, മതി. Let's have lunch. വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം. Let's have lunch. Okay, നിഹ എങ്ങനെയാ പറയാ? Let's have lunch. വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. Next. Today is going to be a good day. Great day. ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കാം. Today is going to be a great day. Today is going a great day. Today is going to a great day. Going to be a great day. ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കാം. നല്ലതായിരിക്കാം എന്നാണ്. നല്ലതായിരിക്കാം. Today is going to be a great day. Today is going to a great day എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നല്ലത് ആകാൻ പോകുകയാണ്. Today is going to എന്ന് പറയുമ്പോൾ പോകുകയാണ്. അങ്ങനെയാണ് വരാൻ മീനിങ്. Okay. Come, let's go. പറ്റോ?
വരൂ നമുക്ക് പോകാം. നെക്സ്റ്റ്. എനിക്കിന്ന് ഉച്ചയ്ക്ക് 2 മണി ക്ലാസ് ഉണ്ട്. I have a class at 2 o'clock അല്ലെങ്കിൽ 2 p.m. today. കാരുണ്യ പറയുന്നത് today is going to a great day. അവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. എന്താ മാം പറഞ്ഞേ? Today is going to a great day എന്ന് പറഞ്ഞു. Today is going to be a great day. Today is going to be a great day. ദിവസം നല്ലതായിരിക്കാം, ആയിരിക്കും. അതാ പറഞ്ഞേ. നെക്സ്റ്റ് പറയൂ. ഇന്ന് നല്ല ഫ്രഷ് ആയി തോന്നുന്നു. ഇന്നലത്തെ നല്ല സ്ലീപ്പിന് ശേഷം നല്ല ഫ്രഷ് ആയി തോന്നുന്നു എന്ന് പറയാനായിട്ട് I am feeling refreshed after a good sleep. I am feeling എന്ന് പറയുന്നത് I feel. I am feeling. മലയാളം പറഞ്ഞേ. ഇന്നലത്തെ നല്ല ഉറക്കത്തിന് ശേഷം ഞാൻ ഭയങ്കര റിഫ്രഷ്ഡ് ആയി തോന്നുന്നു, നല്ല ഫീലിംഗ് ഗുഡ് ആയി തോന്നുന്നു എന്നൊക്കെ പറയില്ല നമ്മള്. നന്നായിട്ട് ഉറങ്ങി. തോന്നി എന്നാണ് തോന്നുന്നു എന്നാണ്. തോന്നുന്നു. തോന്നുന്നു. തോന്നി എന്നല്ല. അല്ല, തോന്നുന്നു. ഇപ്പൊ തോന്നുന്ന കാര്യ. ഞാൻ ഇന്നലെ നന്നായി ഉറങ്ങി, ഭയങ്കര സുഖമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ I'm feeling. Yeah. I'm feeling. I'm feeling പറയൂ. Great പറയാം. I'm feeling fresh പറയാം. I'm feeling great. I'm feeling refreshed. Then പിന്നെന്താ? As you like. നിന്റെ ഇഷ്ടം പോലെ. As you wish. ആഗ്രഹം പോലെ ചെയ്യും അല്ലേ? അതാണോ? അത് നിങ്ങളുടെ ആഗ്രഹം. As you wish. അങ്ങനെയാണോ ജിൻഷ? നിങ്ങളുടെ ആഗ്രഹം പോലെ. As you wish എന്ന് പറയും. അങ്ങനെയാണോ? നിങ്ങളുടെ ആഗ്രഹം പോലെ എന്നാണെങ്കിൽ as your wish എന്നാണ്. Anyway, that's pity. എന്താ? Anyway, that's pity. ഫോണിനകത്ത് കിട്ടുന്നത്. Anyway, that's pity. P-I-T-Y, pity. Anyway, that's so pity. 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 എന്തായാലും കഷ്ടം തന്നെ. ഒന്നുകൂടെ പറഞ്ഞേ. Anyway, that's pity. Anyway, that's pity. അല്ലെങ്കിൽ മോശമായി പോയി എന്നൊക്കെ പറയുന്നല്ലേ? കുറച്ച് ദയനീയമായി പോയി എന്നാണ്. എന്തായാലും അത് കുറച്ച് ദയനീയമായി പോയി. Anyway, that's so pity. Yeah. I am not feeling good today. I'm not feeling good. സുഖമായിട്ടും തോന്നില്ല. ഇന്ന് പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് ചോദിക്കും നമ്മൾ. ഒരാള് വരുമ്പം, കുട്ടികൾ വരുമ്പം, അപ്പൊ വാട്ട്സ് ന്യൂ വിത്ത് യു, ഇന്ന് പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി നമ്മൾ ചോദിക്കൂലേ? ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ന് പുതിയത് വാട്ട്സ് ന്യൂ വിത്ത് യു അങ്ങനെ ചോദിച്ചൂടെ? ഇന്ന് പുതിയതായിട്ട് എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോ what's a new thing? What's a new with you ചോദിക്കാം. What about you? What about today ചോദിക്കാം. What about നമുക്ക് എവിടെയും കേട്ടി ചോദിക്കാം കേട്ടോ. എന്തിന്റെ കൂടെയും വാട്ട് അബൌട്ട് ചേർക്കാം. ഒരു ചായ എടുത്താലോ എന്ന് പറയുമ്പോൾ ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു? വാട്ട് അബൌട്ട് ടുഡേ ചോദിക്കാം. നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? വാട്ട് അബൌട്ട് യുവർ പ്രാക്ടീസ് ചോദിക്കാം. അപ്പൊ ഈ വാട്ട് അബൌട്ട് ആരുടെ കൂടെ പൊക്കോളും. ഓക്കെ ഓക്കെ മാം. അങ്ങനെ ഇന്നലത്തെ ബർത്ത്ഡേ പാർട്ടി എങ്ങനെയുണ്ട്? വാട്ട് അബൌട്ട് ദ ബർത്ത്ഡേ പാർട്ടി യെസ്റ്റർഡേ അങ്ങനെ ചോദിച്ചൂടെ? What about today's birthday party? What about today's birthday celebration?
എന്താ മാം? വാട്ട് അബൌട്ട്? What about today's birthday celebration? The function. നമുക്ക് ഇന്ന് തന്നെ അത് ചെയ്തേക്കാം എന്നെങ്ങനെയാ പറയാ? നമുക്ക് ഇന്ന് തന്നെ അത് ചെയ്തേക്കാം. Come, let's do it now. Let's do. Let's make it today. Let's make it today. നമുക്ക് ഇന്നലെ ചെയ്തേക്കാം. Let's make it today. Let's make it today. നിന്റെ വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ വീക്കെൻഡ് അങ്ങനെ ചോദിച്ചോ, അല്ലെങ്കിൽ ഹൗ വാസ് അങ്ങനെ ചോദിക്കട്ടെ, പഴയ കാര്യങ്ങള്. ഹവാസ് വെക്കും. വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹവാസ് വെക്കും. ഇത് കേട്ടിട്ട് ഒരു ബുദ്ധിപരമായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല. ഇത് കേട്ടിട്ട് അത് നല്ല തീരുമാനമായിട്ടൊന്നും തോന്നുന്നില്ല. അതെങ്ങനെയാ പറയാ? It doesn't sound sensible. It doesn't sound like that. Yeah, it doesn't sound sensible. ഇത് കേട്ടിട്ട് എനിക്ക് അത്ര നല്ല തീരുമാനമായിട്ട് തോന്നുന്നില്ല. എനിക്ക് doesn't sound sensible. It doesn't sound sensible. അവൻ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. എന്താ മാം? അവൻ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. He is supporting me always always. supports me. He always Supporting me. always Supporting me. Supports. always He always support me. he always supports. He always supports me. അയ്യോ, സപ്പോർട്ട്സ് സ്പെല്ലിംഗ് തെറ്റാണ്. അവിടെ ഈ ഇല്ല കേട്ടോ, എസ് മാത്രമേ ഉള്ളൂ. Always support me. Always supports me. Yeah. എനിക്ക് കാറിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് അതാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. കാറിൽ പോകുന്നതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. ഞാൻ അതേ പ്രിഫർ ചെയ്യും. I prefer to be in car. I prefer to be I prefer to be going in car. Like, prefer to be in using. I prefer to be. സിമ്പിൾ ആണ് കാര്യം. സിമ്പിൾ ആണ് കാര്യം. I prefer to be ഇല്ല. I prefer to Car. എന്തിനാണ് കാർ യൂസ് ചെയ്യുന്നത്? ഇങ്ങോട്ട് പോകാനാണ്. Going. Prefer to be. ഗോയിങ് അല്ല, ഗോയാണ്. I prefer to go by car. Okay. Yeah, I prefer to go by a car. ചെറിയ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്നുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ മാറും കേട്ടോ. I prefer to go by car. ഞാൻ കാറിൽ പോകാൻ എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. you can't escape, അല്ലെങ്കിൽ you screwed അങ്ങനെ പറഞ്ഞൂടെ മാം? You are trapped, അല്ലെങ്കിൽ you are screwed. You can't escape from here. You can't get away from here എന്ന് പറയാം. Get away, escape ഒക്കെ സെയിം ആണ്. രക്ഷപ്പെടുക എന്നൊരിങ്ങനെയാണ്. നമ്മൾക്ക് ഇത് കാര്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാ പറയാ? നമുക്കൊന്ന് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. We need to discuss about this.
അത് ആവശ്യമുണ്ട് എന്നാണ്. ആവശ്യമുണ്ട്. ഇത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. We have to discuss about this. Yeah. We have to discuss about it. ഇതിനെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. We have got to ആണ്. We have got to discuss about it. ഇനി വളരെ വിശദമായിട്ടാണെങ്കിൽ we have got to discuss it in detail. അങ്ങനെയാ പറയാം. We have to discuss it in detail. എന്നും പറയാം. എനിക്ക് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാവോ? എനിക്ക് ഇത് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? എനിക്കിത് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? Can I expect today? Expect today. Yeah, can I expect Today? it today? Can I expect it today? എനിക്കിത് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? Can I expect it today? ഇല്ല, ഇതിൽ യാതൊരു വിധ ചാൻസ് ഇല്ല, ഒരു സാധ്യതയില്ല. No, there is no chance. There is no chance. No chance. Yeah, no possibility at all. No possibility at all. ഒരു ചാൻസും ഇല്ല. No possibility at all. നിന്റെ സൽപ്പേര് കാത്തു സൂക്ഷിക്കൂ എന്ന് പറയുന്നത്. നിന്റെ സൽപ്പേര് കാത്തു സൂക്ഷിക്കൂ എങ്ങനെയാ പറയാ? Please make my name. Preserve your clean image. എന്താ മാം? Preserve? Preserve your clean image. മറ്റുള്ളവരോട് ഒരു കുറച്ച് പൊളൈറ്റ് ആയിട്ടൊന്ന് ബിഹേവ് ചെയ്യുന്നത്. Be polite. Be polite ആരോട്? മറ്റുള്ളവരോട്. Others. Be polite to others. Be polite to others. Be polite to others. എനിക്ക് വാക്കുകളൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. I can't explain. Express. I can't. I can't. I can't express words. I can't express it in words. അത് അങ്ങനെ നിങ്ങൾ നോക്കി. I can't express. അതൊരു കിട്ടി. അപ്പൊ ഇത് വേർഡ്സില്. അപ്പൊ I can't express it in words. നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുന്നുള്ളൂ. ഒന്നും ഫുൾ ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു മാം, പക്ഷെ തെറ്റാവോന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടില്ലാതിരുന്നതാ. വേർഡ്സ് ഞാൻ പറയുമോന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഇനി ഞാൻ അവിടെ പോയിട്ടില്ല. I didn't go there. I didn't go there. അവിടെ പോയിട്ടില്ല. ഒരു വിവരവും ഇല്ല, യാതൊരു വിധ വിവരവും ഇല്ല എന്നാണ് പറയുന്നത്. No idea about it. And no information about it. Information About it. അതിനെ കുറിച്ചല്ല, ഒരു വിവരവും ഇല്ല. At all. At all. No information at all. ഒരു സാധ്യത, യാതൊരു വിധ സാധ്യതയും ഇല്ല. No possibility at all. ഒരു വിവരവും ഇല്ല. No information at all.
എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. My time is precious. My time is very important. Precious. My time is precious. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. I don't want to talk to you. സംസാരിക്കണം. I want to talk to you. I want to talk to you. I want to എന്ന് പറയുമ്പോ സിമ്പിള് ഗോണ എന്ന് പറയും കേട്ടോ. I want to talk. എനിക്കൊന്ന് സംസാരിക്കൂ. വാഞ്ചു ഒക്കെ പോയി വണയും അല്ല. I wanna talk to you. I wanna talk to you. കുറച്ചുകൂടെ വെറുപ്പ് എഴുതാവേ. വെറുപ്പ് എവിടെ വരെ എഴുതിയെന്ന് പറയാമോ? ഡൗട്ട് വരല്ലേ ഇതേ വിശേഷം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡൗട്ട് വരെ എഴുതിയിട്ടുള്ളോ? പറയൂ. നോക്കട്ടെ. ആ ഡൗട്ട് വരെ എഴുതിയിരുന്നു. ഡൗട്ട് വരെ. ഓക്കെ, ഞാൻ കുറച്ച് ചോദിക്കാം, അറിയാൻ പാടത്തിൽ എഴുതാം. എന്താ എന്താ മാം? ലേൺ ആണോ ഉദ്ദേശിച്ചത്? ഈ ആണ് ആ സമ്പാദിക്കുക. സമ്പാദിക്കുക. സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയല്ല ഇന്ന് വരുന്ന എലക്റ്റിലും വരുന്നത്. തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക. ക്ലോസ് ഇങ്ങനെ കൂട്ടത്തോടെ ഒരുമിച്ച് എന്നൊക്കെ പറയുമ്പോ പോലെ. എൻക്ലോസ് മീൻസ് പൊതിഞ്ഞു വെക്കുക. ആർക്കെങ്കിലും കിട്ടാത്ത അറിയാത്തുണ്ടെങ്കിൽ ചോദിക്കണോട്ടോ, ഞാൻ പിന്നെയും പറഞ്ഞുതരാം. ഓക്കെ. എൻകറേജ് എന്താണ്? എൻക്ലോസ് പൊതിഞ്ഞെടുക്കാന്നാണോ മാം പറഞ്ഞേ? പൊതിഞ്ഞു വെക്കുക. അതിന്റെ ബി ടു ബി ത്രീക്ക് ഇഡി ആണ്. ഈ പറയുന്ന എല്ലാത്തിനും ഇഡി ആണ്. elected, enclosed, enclosed. ഇനി എൻകറേജ് എന്താണ്? എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക. എൻഗേജ് എന്നറിയാം. ഇങ്ങനെ മലയാളം അറിയില്ല. എൻഗേജ് രണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി enlarge, വലുതായിട്ടുള്ളത്. വലുതാക്കുക. entertain, രസിപ്പിക്കുക. വിനോദിപ്പിക്കുക എന്നൊക്കെ പറയാം. entertain. enter, അകത്തേക്ക് പ്രവേശിക്കുക. പ്രവേശിക്കുക. establish, വലുതാക്കുക. establish means സ്ഥാപിക്കുക. Then engage ഒരു നമ്മള് കറക്റ്റ് ഉടമ്പടി എന്നൊക്കെ പറയും. ഉടമ്പടി ചെയ്യുക എന്നൊക്കെ പറയും. ഉടമ്പടി ചെയ്യുക എന്നൊക്കെ കറക്റ്റ് മതി. ഓക്കെ. Then examine, പരീക്ഷിക്കുക. examine പരിശോധിക്കുക. പരിശോധന. excuse, മലയാളം അറിയില്ല മാം. കാരണങ്ങൾ, ന്യായം എന്നൊക്കെയാണ് അർത്ഥം. എക്സ്ക്യൂസ് ന്യായം എന്നാണ് അർത്ഥം. ന്യായം എക്സ്ക്യൂസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ? മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയാം. എക്സ്ക്യൂസ് ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക. എന്നൊക്കെ പറയാലോ. എന്തോ ഒരു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ക്യൂസ് പറയുമല്ലോ. അപ്പൊ അത് ഓരോ ന്യായങ്ങളാണല്ലേ, സോറി അല്ലെ കാരണം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയല്ലേ? ഓരോ ന്യായങ്ങൾ പല അത് നമുക്കറിയാം.
സെന്റൻസ് വരുമ്പോൾ ചേഞ്ച് ചെയ്യും മീനിങ്. ഓക്കെ, പിന്നെ ഒഴിവ് കഴിവ് കണ്ടോ, ഒഴിവ് കഴിവ് എന്നൊക്കെ പറയാം. എക്സ്ക്യൂസ്, ന്യായങ്ങൾ, പിന്നെ ക്ഷമിക്കണം, പ്ലീസ് എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയില്ലേ, എന്നോട് ക്ഷമിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മീനിങ് വരും. എക്സ്ക്യൂസ്, ക്ഷമിക്കണം എന്നൊക്കെയാണ് കറക്റ്റ് മീനിങ്, ക്ഷമിക്കണം എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്താ? വലുതാക്കുക, വികസിപ്പിക്കുക, എക്സ്പയർ, വികസിപ്പിക്കുക, എക്സ്പയർ, എക്സ്പയർ. വേറെ എങ്ങനെയാ പറയാ, തീരാറായതിനെയൊക്കെ ഒഴുകി മാറ്റി. ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ പറയല്ലേ, എക്സ്പയർ ആയതൊക്കെ. യൂസ്ലെസ് എന്നൊക്കെ പറയില്ലേ, ഉപയോഗശൂന്യം. എക്സ്പയർ, എക്സ്പയർഡേറ്റ്. എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക. എക്സ്പ്രസ്, മനസ്സിലാക്കി കൊടുക്കുക. എക്സ്പ്രസ്, പ്രകടിപ്പിക്കുക. പ്രകടിപ്പിക്കുക, എക്സെൻസ്, കൂട്ടുക, നീട്ടുക എന്നൊക്കെ പറയും. ഡേറ്റ് നീട്ടിയെടുക്കുക എന്നൊക്കെ പറയാം. ലീവ് നീട്ടുക എന്നൊക്കെ പറയാം. അതല്ലേ എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടുക. ഫിനിഷ്, തീർക്കുക. പൂർത്തിയാക്കുക. ഫോൾഡ്, മടക്കുക, അടക്കുക. ഓക്കെ. ഫോളോ, പിന്തുടരുക, ഫോർഗെറ്റ്, മറക്കുക, മറക്കുക, ഫോർഗീവ്, മാപ്പ് നൽകുക, മാപ്പ് കൊടുക്കുക. forgotten അല്ല വരിക. forget, forgot, forgotten. Next, forgive, forgave, forgiven. Next, form. Form എന്താ? രൂപം, രൂപപ്പെടുത്തുക എന്നൊക്കെ പറയാം. Forward, ഫോം എന്താ മാം? രൂപപ്പെടുത്തുക, ഫോം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, മനസ്സിലായി. അതിന്റെ മീനിങ് എന്താന്ന് അറിയാനായിരുന്നു. രൂപപ്പെടുത്തുക എന്ന് പറയാ, രൂപപ്പെടുത്തുക. നെക്സ്റ്റ്, ഗ്യാദർ. ഫോം ഒക്കെ ഫോംഡ് തന്നെ അല്ലേ ഉള്ളൂ. ഫോംഡ് ആണ്. ഫോർവേഡ്, ഗ്യാദർഡ് ഫോർവേഡഡ് എന്നാണ് വരുന്നത്. ഫോർവേഡഡ് ആണ്. ഫോർവേഡ് മീൻസ് മുന്നോട്ട് വരിക എന്നൊക്കെ പറയാം. നെക്സ്റ്റ്, ഗ്യാദർ, വിളിച്ചു കൂട്ടുക. ഗാർഡ്, രക്ഷിക്കുക. നമ്മുടെ ബോഡി ഗാർഡ് എന്ന് പറയും. തലവൻ എന്നാണോ? ഗാർഡ് എന്ന് വെച്ചാൽ തലവനാണോ? ഇവിടെ ഗാർഡ് രക്ഷിക്കുക എന്നൊരു മീനിങ് ആണ്, രക്ഷിക്കുക. ഗസ്, ഊഹിക്കുക, ഊഹിക്കുക, ഹാപ്പൻ, കാരണം, സംഭവിക്കുക. ഹെൽപ്പ്, സഹായിക്കുക, ഹോപ്പ്, വിശ്വസിക്കുക. ഹെയ്റ്റ് തന്നെ അല്ലേ വരുന്നത്. ഹേറ്റ് ബാക്കി കീടിയാണ്. ഇനി അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം കീടിയാണ്. ഹേറ്റ്, ഹെൽപ്പ്, സഹായിക്കുക. ഹോപ്പ്, പ്രതീക്ഷിക്കുക. പ്രതീക്ഷിക്കുക. ഹണ്ട്, തിരയുക, വേട്ടയാടുക. ഐഡന്റിഫൈ, തിരിച്ചറിയുക. ഇമാജിൻ, ഊഹിക്കുക, ഇമാജിൻ, സങ്കല്പിക്കുക. ഇമ്പോർട്ട്, ഇറക്കുമതി, ഇംപ്രൂവ്, പുരോഗതി, ഇൻക്രീസ്, കൂട്ടുക, വർദ്ധിക്കുക, വലുതാക്കുക. ഇൻഫോം, വിവരം, അറിയിക്കുക. ഇൻഫോം ചെയ്യുക, അറിയിക്കുക. ഇൻസ്പെക്ട്, ചെക്ക് ചെയ്യുക, പരിശോധിക്കുക, ഇന്റർഫിയർ, ഇടപെടുക. കൈകടത്തുക. ഇൻവൈറ്റ്, ക്ഷണിക്കുക. ക്ഷണിക്കുക. ഓക്കെ,
ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് എന്താ? മാം പറഞ്ഞോളൂ. കുറച്ച് നമുക്ക് ഡെയിലി സെന്റൻസ് എഴുതാം മാം. അതാ ഡെയിലി സെന്റൻസ് പറയാം. എന്തായാലും നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. എന്തായാലും എന്ന് പറയില്ല. എന്തായാലും എന്ന് പറയുന്ന എന്തായാലും എനിവേ ആണ് ഈ എന്തായാലും കേട്ടോ. അപ്പൊ എനിവേ നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. വാട്ടവർ എന്ന് പറയുന്നത് ഇപ്പൊ എന്താ മാം? വാട്ടവർ എന്ന് പറയുന്നത് ഇപ്പോ വാട്ടവർ എന്തായാലും എനിവേയും വാട്ടവർ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ സെന്റൻസിനെ ബേസ് ചെയ്തിരിക്കും. വാട്ടവർ ഇറ്റ് ഈസ് എന്ന് പറയാ, എന്തിനാവട്ടെ എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കണോ? എനിവേ എന്തായാലും, വാട്ടവർ എന്ന് പറയുമ്പോ എന്ത് തന്നെ ആയാലും. ഓക്കെ, എന്ത് തന്നെയായാലും വാട്ടവർ യു വാണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. എന്ത് തന്നെ ആയാലും എന്നൊക്കെ പറയുന്നത് വാട്ടവർ ഇറ്റ് ഈസ്. എന്ത് തന്നെയായാലും എന്നൊക്കെ പറയും. എന്ത് തന്നെ ആയാലും എന്നാണ് വാട്ടവർ. എനിവേ എന്തായാലും. അപ്പൊ ഇവിടെ എന്താ പറയാ? എനിവേ എന്തായാലും നമ്മൾ let's try our best. ഒരു തരത്തില് നീ പറയുന്നതാണ് ശരി. ഒരു തരത്തില് നീ പറയുന്നതാണ് ശരി. In a way you are right. In a way you are right. In a way you are right. വരുന്ന വരട്ടെ, നമുക്ക് പോകാം. വരുന്നത് വരട്ടെ, നമുക്ക് പോകാം. വരുന്നത് വരട്ടെ എന്ന് എങ്ങനെയാ പറയാ? കം വാട്ട് മേ. വരുന്ന വരട്ടെ, കം വാട്ട് മേ. വരുന്നത് വരട്ടെ, കം വാട്ട് മേ. ലെറ്റ്സ് ഗോ. കം വാട്ട് മേ, ലെറ്റ്സ് ഗോ. സോറി കേട്ടോ, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല എന്ന് പറയുന്നില്ല. സോറി കേട്ടോ, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. Sorry, it's not intention. Sorry, it was not deliberate. Sorry, it was not deliberate. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല കേട്ടോ. Sorry, it was not deliberate. It was not deliberate. Deliberate. അത് ഇന്റൻഷൻ ചോദിച്ചാൽ പറഞ്ഞാലും അത് തന്നെയല്ലേ വരുന്ന മാം? എന്തോ കറക്റ്റ് സെന്റൻസ് പറഞ്ഞേ. സോ ഇറ്റ് ഈസ് നോട്ട് ഇന്റൻഷൻ, അങ്ങനെ എന്തോ ഒരു വേർഡ് അല്ലേ? ഇന്റൻഷനലി ഞാൻ ചെയ്തല്ല എന്നുള്ളത്. ഒരു ഉദ്ദേശത്തോട് ചെയ്തല്ല, ഉദ്ദേശമാണ് അവിടെ വരാം. ഇന്റൻഷൻ മീൻസ് ഉദ്ദേശമാണ്. മനഃപൂർവ്വം ചെയ്തല്ല ഇന്റൻഷൻ അതും സെയിം തന്നെയല്ലേ വരിക? മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ ഡെലിബറേറ്റ് അല്ലേ? ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ വേറെ നമ്മ രണ്ട് മലയാളം പറയും. ഞാനത് മനഃപൂർവ്വം ചെയ്തല്ല കേട്ടോ, ഞാൻ വേറെ ഒന്നും ഉദ്ദേശത്തോട് ചെയ്തല്ല എന്ന് പറയും. മനസ്സിലായോ? സെയിം മീനിങ് ആണെങ്കിലും വേർഡ് വ്യത്യാസം വരുമ്പോ വേർഡ് മാറും, ഇംഗ്ലീഷ് വേർഡ് മാറും. അവിടെ ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. സോറി, വാസ് നോട്ട് ഡെലിബറേറ്റ്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ബട്ട് ഞാൻ ഒന്നും ഉദ്ദേശിച്ചോണ്ട് ചെയ്തല്ല എന്ന് പറയുമ്പോ സോറി, വാസ് എന്താ പറയാ, രണ്ട് വ്യത്യാസമുണ്ട് പറയാ. പക്ഷെ പറയുന്ന മീനിങ് ഒന്ന് തന്നെയാണ്. മലയാളത്തിൽ അങ്ങോട്ട് മാറ്റി പറയുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ ഈ ബി പ്രാക്ടിക്കൽ എന്നൊക്കെ പറയില്ലേ? ബി പ്രാക്ടിക്കൽ, ബി പ്രാക്ടിക്കൽ. അതുപോലെ തന്നെ ബി സെൻസിബിൾ. ഒന്ന് വിവേകത്തോടെ ബി സെൻസിബിൾ, ബി പ്രാക്ടിക്കൽ, ബി സെൻസിബിൾ, ബി റീസണബിൾ.
ന്യായമായി ചിന്തിക്കൂ എന്ന് പറയും. റീസണബിൾ. ന്യായമായി ചിന്തിക്കൂ. ബി റീസണബിൾ. ദെൻ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയും. ബി ഒപ്റ്റിമിസ്റ്റിക്. ശുഭാപ്തി വിശ്വാസത്തോടെ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരിക്കുക എന്ന് പറയും. ബി ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയും. ദെൻ ബി കോൺഫിഡന്റ്. ആത്മവിശ്വാസത്തോടെ ഇരിക്കും എന്ന് പറയും. അപ്പൊ ഇതൊക്കെ പറയും. ബി പ്രാക്ടിക്കൽ, ബി റീസണബിൾ, ബി സെൻസിബിൾ, ബി ഒപ്റ്റിമിസ്റ്റിക്, ബി കോൺഫിഡന്റ്. എതിർക്കുന്നുണ്ടോ? Yeah. നീ നിന്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് പോയി എന്നൊക്കെ പറയില്ലേ? യു ലെഫ്റ്റ് യുവർ ഫോൺ ഹിയർ, അങ്ങനെ പറയാവോ? You ലെഫ്റ്റ് യുവർ ഫോൺ ഹിയർ. നീ ഇവിടെ ഫോൺ മറന്നു വെച്ചിട്ട് പോയി എന്നൊക്കെ പറയുമ്പോ മറന്നു വെച്ചിട്ട് പോയി. ആണെങ്കിൽ you forgot to take your phone എന്ന് പറയാം. ഇവിടെ ഫോൺ നീ അതിന്റെ ഫോൺ മറന്നു പോയി, ഇവിടെ വെച്ചിട്ട് പോയി എന്ന് പറയുമ്പോ you left your phone here എന്ന് പറയാം. എഴുതി കഴിഞ്ഞോ? നിന്നെ കൊറേ നാളായി കണ്ടിട്ട് എന്ന് പറയാൻ. ലോങ് ടൈം നോ സീ. നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ എന്ന് പറയുമ്പോ ലോങ് ടൈം നോ സീ എന്ന് പറയാം. അങ്ങനെ പറയില്ല. Long time to see you എന്ന് പറയാൻ. It's been a long time we met. അങ്ങനെ പറയാം. It's a long time we met എന്ന് പറയാം. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി. Then ഈ ആഴ്ച നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അപ്പോ ഡു യു ഹാവ് എനി പ്ലാൻ ഇൻ ദിസ് വീക്ക് ആൻഡ് വീക്കെൻഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? വാട്ട്സ് യുവർ പ്ലാൻ? അങ്ങനെ ചോദിച്ചാ പോരെ. എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കണം അല്ലെ? Do you have any plan in Do you have any plan? in this week? Do you have any? ഈ ക്ലാസ്സിൽ വേറെ ആരും ഒന്നുമില്ലേ? ഞാനും കാര്യങ്ങളും മാത്രം ഡിസ്കസ് ചെയ്യുന്നേ. ചോദിക്കൂ. ആരും എന്തൊന്നും ചോദിക്കാത്തേ? എന്നോട് ഒരു കാര്യം എത്ര തവണയായി പറയണത്? അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ കാരുടെ ഒരു കാര്യം ചോദിച്ചു, അതിനൊന്നും മറുപടി കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? യു ഹാവ് എനി പ്ലാൻ? എനി വേണം കേട്ടോ. എന്തെങ്കിലും എന്ന് പറയുമ്പോ എനി വേണേ. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും ആണെങ്കിൽ പ്ലാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അപ്പൊ ഡു യു ഹാവ് എനി പ്ലാൻ ഇൻ ദിസ് വീക്ക് അല്ലെങ്കിൽ ഫോർ ദ വീക്ക്? ഈ വീക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാൻ ചോദിക്കുന്നത് പ്ലാൻസ് ആണ്. പ്ലാൻസ്. യു ഹാവ് എനി പ്ലാൻസ് in this week? ഈ വീക്കിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ചോദിക്കാം. Okay. Do you have any plans in this week? ചോദിക്കാം. നെക്സ്റ്റ് വിദ്യ എന്ന് പറഞ്ഞല്ലോ. നിന്നോട് ഒരു കാര്യം എത്ര തവണയായി പറയണേ? ക്രാങ്ങള് കേൾക്കാണ്ടാവും. How many times that I'm repeating the same thing? Okay. ദിവ്യ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ ചോദിക്കുന്നു? അങ്ങനെയാണോ വേണ്ടേ?
അങ്ങനെ നിന്നോടൊരു കാര്യം എത്ര തവണയായി പറയുന്നു. പറയുക എന്ന് പറയുമ്പോ എന്താ പറയാ, ഹൗ മെനി ടൈംസ് എന്ന് പറയുമ്പോ എത്ര പ്രാവശ്യമായി, എത്ര തവണ, ഹൗ മെനി ടൈംസ്. How many times പിന്നെന്താണ്, ഞാൻ വേണോ, ഹൗ മെനി ടൈംസ് I told പറയുന്നു. പറയുന്നു. അപ്പൊ Tell വരും. ഹൗ മെനി ടൈംസ് ഐ tell you. ഹൗ മെനി ടൈംസ് ഐ ടെൽ യു. എന്നാകുമ്പോ എത്ര തവണയായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് വരും. അതാണ് വേണ്ടത്. Okay. ഹൗ മെനി ടൈംസ് ഐ ടെൽ യു ദ സെയിം തിങ് എന്ന് ചോദിക്കാം. ഞങ്ങളോട് എത്ര പ്രാവശ്യം ഈ ഒരേ കാര്യം തന്നെ എപ്പോഴും പറയുന്നത് ചോദിക്കാം. How many ഹൗ മെനി ടൈംസ് ഐ ടെൽ യു എന്ന് എഴുതി വെക്കാം. ബാക്കി വിദ്യ എന്താണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പറയാനായിട്ട് അത് കൂട്ടിച്ചേർക്കാം. ഓക്കെ, എത്ര തവണ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് കാര്യമാണെന്ന് ദിവ്യ അത് കണക്ട് ചെയ്യാം. വിദ്യ സോറി. ഓക്കെ, ഹൗ മെനി ടൈംസ് ഐ ടെൽ യു, എന്ത് കാര്യം. ഓക്കെ, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം. അടുത്ത ക്ലാസ്സിൽ സെന്റൻസ് നോക്കിയിട്ട് വരാം. നമുക്ക് മോഡൽ വർക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. yeah.